നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ അതിരൂക്ഷ വിമർശനവുമായി അർജുൻ ആയങ്കിയെ കേരളക്കരയ്ക്ക് പരിചിതമാണ്. അതായത് ഡിവൈഎഫ്ഐയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും സൈബർ എടുത്ത് പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും പോരാടുന്ന ഒരു വ്യക്തിയാണ്. സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളിലെ പ്രധാന കണ്ണിയാണ് എന്ന് തെളിഞ്ഞതിനാൽ എന്ന കേസുമായി ബന്ധപ്പെട്ട് അർജുൻ ആയങ്കിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും അർജുൻ ആയങ്കി പോരാടുന്നുണ്ട്. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിൽ വാഹനം അപകടത്തിൽപ്പെട്ടതോടെയാണ് അർജുൻ ആയങ്കിയുടെ പേര് ആദ്യമായി പുറത്തു വരുന്നത്. സ്വർണം തട്ടിയെടുക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, സംഘടിത കുറ്റകൃത്യങ്ങൾ തുടങ്ങി നിരവധി കേസുകളിൽ അർജുൻ ആയങ്കി പ്രതിയാണ്. എങ്കിലും പാർട്ടിക്ക് വേണ്ടി ഇപ്പോഴും പ്രതിരോധം തീർത്ത് ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അർജുൻ ആയങ്കി സജീവമാണ്. അർജുൻ ആയങ്കിയാണ് പിണറായി വിജയനെതിരെ പേര് പരാമർശിക്കാതെ പരോക്ഷ വിമർശനവും ഉന്നയിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. കണ്ണൂരിലെ സഖാവ് പി ജയരാജന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട്, ആ ചിത്രം വെറും ഒരു ചിത്രമല്ല, അതായത് കണ്ണൂരിലെ പിണറായിയുടെ വീട്ടിൽ ED പരിശോധന നടക്കുമ്പോൾ സഹാക്കളെല്ലാം ആ വീടിന് ചുറ്റും വളഞ്ഞിരുന്നു. പ്രത്യേകിച്ച് പി ജയരാജൻ അടക്കമുള്ള സഹാക്കൾ, മുതിർന്ന നേതാക്കൾ അടക്കം ആ ഒരു വീടിന് മുന്നിലെത്തി EDക്കെതിരെ പ്രതിഷേധിച്ചിരുന്നു. അത്തരത്തിൽ പിണറായിയുടെ ഒരു ആപത്ത് ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു നിർണായക ഘട്ടത്തിൽ പിണറായിക്ക് പിന്തുണയുമായി എത്തിയ പി ജയരാജൻ എന്ന രീതിയിലാണ് അന്ന് പലരും അത് വ്യാഖ്യാനിച്ചത്. എന്തായാലും ഈ ചിത്രം അത് തന്നെയാണ്. പിണറായി വിജയന്റെ വീടിന് മുന്നിൽ കസേരയിട്ടിരിക്കുന്ന പി ജയരാജൻ. ഈ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് അർജുൻ ആയങ്കി ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി നിസ്വാർത്ഥം പൊരുതുന്ന ഏതൊരു സഖാവിന്റെയും ഹൃദയം തൊട്ടറിയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. പാർട്ടിക്കും സഖാക്കൾക്ക് നേരെയുള്ള അക്രമങ്ങളെ ഉയരുകൊടുത്ത് പ്രതിരോധിക്കാൻ സഖാക്കൾക്ക് ആവേശവും ഊർജവും ധൈര്യവും നൽകിയിരുന്ന നേതാവ്. മാധ്യമ വിചാരണയെ മുഖവിലക്കെടുത്തും ചിലരുടെ ഈഗോയുടെയും പക്ഷപാതത്തിന്റെയും ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവ്. അവഗണിക്കപ്പെട്ടിട്ടും പരാതികളില്ലാതെ പാർട്ടിക്ക് വേണ്ടി ഓടി നടക്കുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് ഇന്നും ജനമനസ്സിൽ കസേരയിട്ടിരിക്കുന്ന നേതാവ്. പെട്ടിത്തൂക്കികളും ഏറാമൂളികളും കൈയടക്കിയ പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് അയാളെ തിരികെ കൊണ്ടുവരാനുള്ള ധൈര്യവും ആർജവും ഇനിയെങ്കിലും ഉണ്ടാകട്ടെ. അപ്പുറം പാക്കലാം എന്ന് പറഞ്ഞാണ് അർജുൻ ആയങ്കി ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പേര് പരാമർശിക്കാതെ പലരെയും പരാമർശിക്കുന്നുണ്ട് അർജുൻ ആയങ്കി. അതായത് ചിലരുടെ ഈഗോയുടെയും പക്ഷപാതത്തിന്റെ ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവാണ് പി ജയരാജൻ എന്ന് പറയുമ്പോൾ ഒരു വശത്ത് പാർട്ടിയിൽ നിന്ന് ഒരു കാലത്ത് ഉയർന്ന ചില വിമർശനങ്ങളിലേക്ക് പോകേണ്ടി വരും. അതായത് പി ജയരാജനെ മുൻനിരയിലേക്ക് കൊണ്ടുവരാതെ പിണറായി വിജയൻ ഒതുക്കി എന്നതടക്കമുള്ള ഒരു ആക്ഷേപങ്ങളൊക്കെ ഒരു വശത്ത് ശക്തമാണ്. എന്തിന് അണികൾ വരെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ഈ ഒരു പ്രചരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാതി അണികളുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അർജുൻ ആയങ്കി പറയുന്ന വാക്കുകൾ, അതായത് ചിലരുടെ ഈഗോയുടെയും പക്ഷപാതത്തിന്റെയും ഭാഗമായി മാറ്റി നിർത്തപ്പെട്ട ഒരു നേതാവാണ് പി ജയരാജൻ എന്ന് പറയുമ്പോൾ അത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട്. ഉത്തരം കൃത്യമാണെങ്കിൽ പോലും ചോദ്യം അവശേഷിക്കുകയാണ്. അവഗണിക്കപ്പെട്ടിട്ടും പരാതികളില്ലാതെ പാർട്ടിക്ക് വേണ്ടി ആ വ്യക്തി ഓടി നടക്കുന്നുണ്ടെന്നും അർജുൻ ആയങ്കി എടുത്തു പറയുകയാണ്. മാത്രമല്ല, പെട്ടിതൂക്കികളും ഏറാമൂളികളും എന്ന് ആക്ഷേപിക്കുന്നത് നമുക്കറിയാം. MP ഗോവിന്ദനെതിരെ, അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ആ സ്ഥാനത്തിൽ അർഹനല്ല, ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം, തോൽവിക്ക് കാരണം പിണറായിയും പാർട്ടി സെക്രട്ടറിയും ഒക്കെയാണ്. പാർട്ടി സെക്രട്ടറി ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും ഒരു 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരാകുകയാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ MP ഗോവിന്ദനെ തേടി എത്തിയിരുന്നു. അതിനിടയിലാണ് അർജുൻ ആയങ്കി ഇത്തരത്തിൽ വിമർശിക്കുന്നത്. പെട്ടിതൂക്കികളും ഏറാമൂളികളും കൈയടക്കിയ പാർട്ടി സെക്രട്ടറി കസേരയിലേക്ക് പി ജയരാജനെ കൊണ്ടുവരണം എന്നൊരാവശ്യം അർജുൻ ആയങ്കി ഉറക്കെ പ്രസ്താവിച്ചിരിക്കുകയാണ്. അതായത് MP ഗോവിന്ദനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പി ജയരാജനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരാവശ്യം ഒരു വശത്ത് ശക്തമാവുകയാണ്. ഈ ആവശ്യവും ഈ വാക്കുകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പറയുന്നത് ആരുമാകട്ടെ, പക്ഷേ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇനിയെങ്കിലും കാണാൻ LDF അല്ലെങ്കിൽ പാർട്ടി മുന്നണികൾക്ക് ഇനിയെങ്കിലും സാധിക്കുമോ എന്ന ചോദ്യമാണ് നിലവിൽ ഉയരുന്നത്. എന്തായാലും പാർട്ടി സെക്രട്ടറിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് പാർട്ടി എടുക്കാൻ പോകുന്നതെന്ന ചോദ്യവും ശക്തമാണ്. അതായത് പാർട്ടി ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ഈ തോൽവിക്ക് ഉത്തരവാദിത്തം ആരേറ്റെടുക്കും? അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്വയം മാറി നിൽക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ പരസ്പരം അണികൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അതേസമയം ഈ പോസ്റ്റിന് അർജുൻ ആയങ്കി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴെ വന്ന ചില കമന്റുകൾ കൂടി നോക്കാം.
പിണറായി വിജയൻ മൂലക്കിരുത്തിയ സഖാവ്. വിജയന് പ്രശ്നം വന്നപ്പോൾ കസേരയിട്ടിരിക്കാൻ അങ്ങേര് തന്നെ വേണ്ടി വന്നു എന്നാണ് ഒരാൾ കുറിക്കുന്നത്. പേരെടുത്ത് പറയാൻ ഭയമാണോ തനിക്ക്? തന്നെക്കാൾ മികച്ചതാകുമോ എന്ന പിണറായി വിജയന്റെ ഈഗോയും ഭയവും കാരണം മാറ്റി നിർത്തപ്പെട്ടയാളാണ് പി ജയരാജൻ എന്ന് മറ്റൊരാൾ കമന്റ് കുറിച്ചിരിക്കുന്നു. മകൾക്കെതിരെ കേസ് CPM പാർട്ടിക്ക് നേരെയാണെന്നാക്കിയ പിണറായിയുടെ ബുദ്ധി അപാരം തന്നെ. ന്യായീകരണ അന്തംസിനോട് എന്ത് പറയാനായെന്ന് മറ്റൊരാൾ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കീഴെ കമന്റ് കുറിച്ചിരിക്കുകയാണ്. ഐക്കൊമ്പൻ എന്ന ഫേസ്ബുക്ക് പേജിൽ നിന്ന് വന്ന ഒരു കമന്റ് കൂടി നമുക്ക് നോക്കാം. ദേശവ്യാപകമായി പ്രതിഷേധങ്ങളും അക്രമങ്ങളും അഴിച്ചുവിട്ട് പലതും തച്ചുടച്ച ഒരു ED റെയ്ഡിനെ മുൻ മുഖ്യമന്ത്രിയുടെ കുടുംബം നേരിട്ടത് ലോകം നോക്കിക്കാണുകയായിരുന്നു. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് നമ്മൾ പറയുന്നോളും ഈ പാർട്ടിയുടെ ഉന്നത സ്ഥാനീയരായ പലരും ഇന്നലെ സംസാരിച്ചതും പ്രവർത്തിച്ചതും വിവരക്കേടിന്റെ അങ്ങേയറ്റമാണ്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് റെയ്ഡ് നടന്നിരിക്കുന്നു. പക്ഷേ ഇങ്ങനൊരു ആക്രമണം ആദ്യം. റെയ്ഡ് എന്തിനു വേണ്ടിയായിരുന്നു എന്നത് ആരാധകരും പാർട്ടി പ്രവർത്തകരും ജന്മന അക്രമവാസന പൂണ്ടവരും ഒന്നും അറിയാതെ അണികളായവരും അറിയാതെ പോയതാണോ അതോ മനഃപൂർവ്വം സംഘർഷം തീർത്തതാണോ? CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് മുൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശക്തമായ നടപടിയിലേക്ക്. സംസ്ഥാന വ്യാപകമായി നടത്തിയ വൻ റെയ്ഡുകൾക്ക് പിന്നാലെ വീണ വിജയന്റെ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചു. കേരളത്തിലും ബംഗളൂരിലുമുള്ള അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. 242 അക്കൗണ്ടുകളായി 18 കോടി രൂപയാണ് ഉണ്ടായിരുന്നത്. ഈ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചു. ED പരിശോധനയിൽ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും വീണയുടെ പേരിൽ സ്ഥിര നിക്ഷേപങ്ങളുടെ ഉൾപ്പെടെ രേഖകൾ പിടിച്ചെടുത്തിരുന്നു. റെയ്ഡിനിടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ബാങ്ക് നിക്ഷേപങ്ങളുടെ രേഖകൾ വിശദമായി പരിശോധിച്ച ശേഷമാണ് ED ഈ നടപടിയിലേക്ക് കടന്നത്. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്, കോഴിക്കോട്ടെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ മാതാപിതാക്കളുടെ വീട്, CMRL ഓഫീസുകൾ, എക്സാലോജി കമ്പനിയുമായി ബന്ധപ്പെട്ട ബംഗളൂരിലെ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളാണ് ED സംഘം പരിശോധന നടത്തിയത്. അല്ലാതെ ഈ റെയ്ഡ് പിണറായി വിജയനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. അണികൾ പറയും പോലെ പിണറായി വിജയന് യാതൊരു രീതിയിലുള്ള തടസ്സങ്ങൾ നേരിട്ടിട്ടുമില്ല. ഏറെ ശ്രദ്ധേയമായി തനിക്ക് തോന്നിയത് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് അണികൾക്ക് ഇത്തരത്തിൽ കുരു പൊട്ടിയത് എന്നാണ്. കാരണം പിണറായി വിജയൻ ഒരിക്കലും ഇത് തനിക്കെതിരെയുള്ള റെയ്ഡാണെന്ന് പറഞ്ഞതുമില്ല. കാരണം മകളുടെ ബിസിനസ് ബന്ധങ്ങൾ അറിയാത്ത ആളല്ല മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാശനഷ്ടങ്ങൾ നികത്തേണ്ടത് ആരാണോ സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്കിലൂടെയും കലാപം ആഹ്വാനം ചെയ്യുക വഴി ഈ ആക്രമണം അഴിച്ചുവിട്ടവരിൽ നിന്നാണ്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കാതെ വല്ലവനും വേണ്ടി അടികൊള്ളാനും കൊള്ളയടിക്കാനും നിൽക്കുന്നവരിൽ നിന്ന് എത്ര നഷ്ടങ്ങൾ ഉണ്ടായോ അതെല്ലാം നികത്തണം, ഈടാക്കണം. പാർട്ടിക്ക് വേണ്ടി കുത്താനും ചാകാനും തല്ലി പൊട്ടിക്കാനും പോകുന്നവർ ഒന്നറിയുക, നഷ്ടം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് മാത്രമാണ്. നിങ്ങളുടെ വീട്ടിൽ പട്ടിണിയും നിങ്ങളുടെ മക്കൾ അനാഥരും നിങ്ങളുടെ ഭാര്യ പരിഹാസപാത്രവും നിങ്ങളുടെ അമ്മ ദുഃഖിതയുമാകുന്നു. ഇനിയും ആലോചിക്കൂ, പാർട്ടി കൊടി പിടിച്ച് ഇമാതിരി വൃത്തികേടുകൾ കാട്ടിക്കൂട്ടണോ വേണ്ടയോ എന്നാണ് അരിക്കൊമ്പൻ എന്ന പേജിൽ നിന്നും കമന്റ് വന്നിരിക്കുന്നത്. അർജുൻ ആയെങ്കിലെ പോസ്റ്റിന് കീഴിൽ മറ്റൊരാൾ പറയുന്നു, പാർട്ടിക്കൊരു പ്രശ്നം വന്നപ്പോൾ മുന്നിൽ നിൽക്കാൻ പി ജയരാജൻ വേണ്ടി വന്നു എന്ന്. തിരികെയല്ല, തുടരാൻ തന്നെ യോഗ്യതയുള്ള ഒരാളായിട്ടാണ് പി ജയരാജനെ തനിക്ക് തോന്നിയിട്ടുള്ളത്. നടക്കില്ല സഖാവേ, പാർട്ടിക്ക് വേണ്ടത് വെറും കോമാളികളെ മാത്രമാണ്. പി ജയരാജനെ പോലെയുള്ള ഒരു വ്യക്തിയെ പാർട്ടി സെക്രട്ടറി ആക്കില്ല എന്ന ഒരു രോഷം മറ്റൊരു പ്രവർത്തകനും ഈ ഫേസ്ബുക്ക് കമന്റുകളിൽ കുറിച്ചിരിക്കുകയാണ്. എന്തായാലും ശ്രദ്ധേയമാവുകയാണ് ഈ കമന്റുകളൊക്കെ. പി ജയരാജനെ ഇനിയെങ്കിലും മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാകുമോ നേതൃത്വം എന്ന ഒരു ചോദ്യവും കൂടി നിലവിൽ ശക്തമാവുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ് നടക്കുകയും അതിന് പിന്നാലെ ഉണ്ടായ അക്രമ സംഭവങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. ആ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. നല്ല പണി